മുരുക്കുംപുഴയിലെ വിശ്വാസികളുടെയും ജമാഅത്തംഗങ്ങളുടെയും ചിരകാല സ്വപ്നമായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള മുരുക്കുംപുഴ വെയിലൂർ പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ നവീകരണം. അങ്ങനെ ഷിബു അബൂബക്കർ ചെയർമാനായുള്ള ഒരു കമ്മിറ്റി ജമാഅത്ത് രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജമാഅത്തംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച് കണ്ടെത്തിയ തുകയിൽ നിന്നുമാണ് മനോഹരവും ആധുനിക സജ്ജീകരണങ്ങൾ അടങ്ങിയതുമായ ഈ പള്ളി ഒരുക്കിയതും. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള പള്ളികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപകൽപ്പനയായിരുന്നു പള്ളിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചതും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16 തിങ്കളാഴ്ച വൈകിട്ട് അസർ ബാങ്കോട് കൂടി നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം പ്രമുഖ വാഗ്മിയും ബഹുഭാഷാ പണ്ഡിതനും എംപിയുമായ അബ്ദുൽ സമദ് സമദാനി അവർകളായിരുന്നു നിർവഹിച്ചത്. കൂടാതെ ആത്മീയ മജ്ലിസുകളിലെ നേതൃത്വമായ അസയ്യിദ് മുത്തുക്കോയ തങ്ങൾ ബാഫക്കിയുടെ ദുആ നേതൃത്വവും മസ്ജിദ് വഖഫ് സമർപ്പണ കർമ്മം കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയും നിർവഹിച്ചു. ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠർ ചടങ്ങിൽ എത്തിച്ചേർന്നു. മംഗലപുരം ടൗൺ മസ്ജിദ് ഇമാം അൽ അമീൻ റഹ്മാനി, കടുവയിൽപ്പള്ളി ചീഫ് ഇമാം അബൂ റബി സ്വദഖത്തുല്ലാഹി ബാക്കവി തുടങ്ങിയ ഒട്ടനവധി ആലിമീങ്ങളും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരും ചടങ്ങിൽ സന്നിഹിതരായി. മസ്ജിദിൽ വെച്ച് തന്നെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാനവും നടന്നു. അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 18-ാമത്തെ ആയത്തിനെ വിശദീകരണം ചെയ്തായിരുന്നു വേദിയിൽ വെച്ച് അബ്ദുൽ സമദ് സമദാനി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്.